ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു റോളക്സ് വാച്ചിനെ കുറിച്ച്, അതിൻ്റെ സർവീസിനെ കുറിച്ച്. പലർക്കും പല സംശയങ്ങളുണ്ടായി. ഏത് വാച്ച് നിങ്ങൾ സർവീസ് ചെയ്യും, ഏത് വാച്ച് നിങ്ങൾ വാങ്ങും, അപ്പോൾ ഏത് വാച്ച് ഞങ്ങൾ വാങ്ങുന്നു, ഏത് വാച്ച് ഞങ്ങൾ സർവീസ് ചെയ്യുന്നു, ഏത് വാച്ച് ഞങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളത് ഞാൻ അറിയിക്കുന്നതാണ്. ആദ്യം തന്നെ എടുക്കാത്ത വാച്ച് ഏതാണെന്ന് പറയാം. എടുക്കാത്ത വാച്ച് എന്ന് പറയുമ്പോൾ ആദ്യത്തെ എടുക്കാത്ത വാച്ച് ആദ്യത്തെ വാച്ച് റേഡോ എന്ന് പറഞ്ഞ വാച്ച് എടുക്കില്ല. പിന്നത്തെ വാച്ചാണ് ടി സോട്ട് എടുക്കില്ല. പിന്നെ HMT 67 അങ്ങനത്തെ വാച്ച് വയ്ക്കില്ലേ, അത് നമ്മൾ എടുക്കാത്ത വാച്ചാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വാച്ച് ഏതാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കണ്ട. കാരണം ഞങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കത് ഫോട്ടോ അയച്ചു തരാവുന്നതാണ്. ചിലർക്ക് ഇത് അറിയില്ല, ചിലർക്ക് ഇതുണ്ടാവും. ഇതിപ്പോൾ അയച്ചെന്നിട്ട് ഇനിയും ഡ്യൂപ്ലിക്കേറ്റ് അയച്ചാൽ ഇനിയും പറയും, അങ്ങനൊന്നുമില്ല. നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ അയച്ചു തരാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വാച്ച് നിങ്ങൾക്കത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഗിഫ്റ്റ് കിട്ടിയതാവും. ഓക്കെ, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്, ഗിഫ്റ്റ് കിട്ടിയതാവും. അത് കുറേ കാര്യങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെ വാച്ചുകളൊക്കെ. അപ്പോൾ നിങ്ങളുടെ വാച്ച് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം. അതിനൊരു കുഴപ്പമില്ല. ഇതൊരു ചമ്മൽ പോലെയൊക്കെ ഇനി അയച്ചു തന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്താ പറയുക, അങ്ങനെയൊന്നും ഞങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾ അയച്ചു തരിക. അപ്പോൾ ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് ഞങ്ങൾ എടുക്കില്ല, ഞങ്ങൾ കൺഫേം ചെയ്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനെ കുറിച്ചൊന്നും വെറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ റോളക്സിൻ്റെ വാച്ച്, റോളക്സിൻ്റെ ഞങ്ങളൊരു നല്ല മോഡൽ എടുക്കും. ഓക്കെ, അപ്പം ഞാൻ ഫോട്ടോ ഒരു സാമ്പിളിന് വേണ്ടി കാണിച്ചു തരാം. ഞങ്ങൾ ഇതിൻ്റെ ഈ വാച്ച് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കും. ഇതിൻ്റെ ബില്ലും ഉണ്ടെങ്കിലും ബോക്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുക്കും. അത് ഓരോ വാച്ച് അനുസരിച്ച് ഇരിക്കും. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഈ വാച്ച് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. പിന്നെ ചില വേർഡ്സൊക്കെ, ചില വാച്ചിന് ഈ പറയുമ്പോൾ വേർഡ്സൊക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആവില്ല അത് ശരിക്കുള്ള വായിക്കുക. കാരണം ഇതിൻ്റെയൊക്കെ ഈ വാച്ചിൻ്റെയൊക്കെ പേരിട്ടുള്ള തന്നെ ചില വാച്ചിൻ്റെ ചില ലാംഗ്വേജിലാണ്. അതായത് ചിലത് ഇത് സ്പാനിഷിലാവും നന്നായി പറയാൻ പറ്റുക, ഇറ്റാലിയയിലാവും നന്നായി പറയാൻ പറ്റുക, ചില സിസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ലാംഗ്വേജിൻ്റെ ബേസ് ആയിട്ട് അവർ സിനിമ കാര്യത്തിലുണ്ടാവും. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ ആവില്ല ചിലത്. ഓക്കെ, എഴുത്ത് ഇങ്ങനെയാണെങ്കിലും ഇതിനെ പറയുക അവരുടെ ഒരു സ്ലാങ് വെച്ചിട്ടാവും ഇതിനൊക്കെ ചിലവ് വായിക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന പേര് തന്നെ ആവില്ല, അത് അവരുടെ സ്ലാങ്ങിൽ വായിക്കും. ഞാനിപ്പോൾ ഒരു നമ്മുടെ ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഈ വായിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ലാങ് ആവില്ല ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയുള്ള വാച്ചിൻ്റെ നെയിംസ് ഒക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടാമത്തെ വാച്ചാണ് പാത്ത ഫിലിപ്പിൻ്റെ വാച്ചാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇത് തന്നെ ആവില്ല പ്രൊണൗൺസ് ചെയ്യാം, വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഓക്കെ, ഏതോ വീടും കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞങ്ങൾ ഒരുവിധം എല്ലാ മോഡൽസ് ഞങ്ങൾക്ക് ഇതിലും ബോക്സുകളിലേക്ക് എടുക്കും. നിങ്ങൾ ഫോട്ടോ അയച്ചു തരാം. ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചാൽ ഞാൻ അത് ക്ലാരിഫൈ ചെയ്ത് പറയാം. പിന്നെ മൂന്നാമത്തെ വാച്ചാണ് അഡ്മിറൽ പാജറ്റ് എന്ന് പറയും. അഡ്മിറൽ പാജറ്റിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഈ മോഡൽ ഞങ്ങൾ എടുക്കുന്നതാണ്. ഇത് ഒരുവിധം ഞങ്ങൾ എല്ലാ മോഡൽസും എടുക്കും. ഓക്കെ, ബില്ലും ബോക്സുകളിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കും. അപ്പോൾ അടുത്ത വാച്ച് കാർട്ടിയറാണ്. കാർട്ടിയർ ഇതുപോലെ എല്ലാ വാച്ച് എടുക്കും. ഞങ്ങൾ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ മോഡൽ എടുക്കണമെങ്കിൽ. എല്ലാവരും മോഡൽ എടുക്കും, ഞങ്ങൾ കാണിച്ചു തരാം. അടുത്ത മോഡൽ IWC എന്ന് പറഞ്ഞൊരു മോഡലാണ്. IWC ഇതൊരു നല്ലൊരു വാച്ച് തന്നെയാണ്. ഈ വാച്ച് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കുന്നതാണ്. ബില്ലും ബോക്സും ഉണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ എടുക്കും. അടുത്ത വാച്ച് എന്ന് പറയുന്നത് ട്യൂഡർ എന്ന് പറഞ്ഞ വാച്ച് തന്നെയാണ്. ട്യൂഡർ ഇതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. എക്സാമ്പിൾ ഇങ്ങനെ ആ വാച്ചിൻ്റെ ഒരു മോഡലൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അടുത്ത വാച്ച് ഒമേഗയുടെ ഞങ്ങൾ ഒരുപാട് പഴയ വാച്ച് ഉണ്ട്. അത് ചില മോഡൽസ് ഞങ്ങൾ എടുത്തൊന്നുമില്ല. ഒമേഗയുടെ ചില വാച്ച് പഴയ മോഡൽസ് ഉണ്ട്, അതും നമ്മൾ ചിലപ്പോൾ എടുത്തൊന്നുമില്ല. നിങ്ങൾ അയച്ചു ചെയ്യാം ഒമേഗയുടെ മോഡൽസ് ഉണ്ട്. കാരണം ഒരുപാട് പഴയതുണ്ട്, അതിനൊന്നും വലിയ വാല്യൂ ഇല്ല. ഓക്കെ, എല്ലാ വാച്ചിനും വാല്യൂ ഇല്ല, അത് ചില സർട്ടൈൻ വാച്ച് മാത്രമേ ഈ വാല്യൂ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത വാച്ച് എന്ന് പറയുന്നത് ലോഞ്ചൻസ് എന്നൊരു വാച്ചാണ്. ലോഞ്ചൻസ് അപ്പം അതിൻ്റെ മോഡൽസ് ഒക്കെ ഞാൻ ഇവിടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അടുത്ത വാച്ച് ബ്രിട്ടിലിംഗ് എന്നൊരു വാച്ചാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അത് എടുക്കുന്ന വാച്ചിൻ്റെ. അടുത്ത വാച്ച് എന്ന് പറഞ്ഞാൽ ഫ്രാങ്ക് മുള്ളർ എന്നൊരു വാച്ചാണ്. ഒരു വാച്ച് തന്നെയാണ്, നല്ലൊരു വാച്ച് തന്നെയാണ്. അപ്പം ഇതിൻ്റെ തന്നെ ഞാൻ നല്ല മോഡൽ എടുക്കും. അപ്പോൾ ഞാൻ ഫോട്ടോ ഒരു ഇടുന്നുണ്ട്, അത് ഞാൻ കണ്ടു. ഈ വാച്ച് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നതാണ്.
അടുത്ത വാച്ച് ആണ് ലൂമിനസിന്റെ ഒരു വാച്ച്. ലൂമിനസ് ഇതിൽ ചില മോഡൽസ് ഉണ്ടായില്ലേ, ഫേമസ് ആയ മോഡൽ എന്നൊരു വാച്ച് ഉണ്ട്. ഓക്കെ, അത് പെട്ടെന്ന് തെറ്റിയായിരിക്കും മലയാളം വേർഡ് പോലെ തോന്നുന്നത്. ലൂമിനസിന്റെ ഒരു വാച്ചാണ്, അത് ഞങ്ങൾ എടുക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇതുപോലെ പല മോഡൽസ് വാച്ചുണ്ട്. ഞാൻ ഒരുവിധം എല്ലാ മോഡലും ഫോട്ടോ ഇട്ടുതരാം. ഇതുപോലെ തന്നെ ഇനി പല മോഡൽസും ഉണ്ട്. നിങ്ങൾക്ക് വലിയ ഡൗട്ട് ഉണ്ട്, ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഗിഫ്റ്റ് കിട്ടിയതാണ്, പുറത്തുനിന്നൊക്കെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ മോഡലൊക്കെ നിങ്ങളുടെ ഇരിക്കുന്നുണ്ടാവും. ഇതല്ലാണ്ട് തന്നെ ഇനിയും കുറെ വാച്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ വാച്ചൊക്കെ ഞങ്ങൾ അപ്പൊ ആ വാച്ചിന് ചെറിയ സാമ്പിൾസ് ഞാൻ ഇനി ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സംശയം ഉണ്ടാവും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാച്ച് ഊർജ്ജനാണോ ഡൂബിയാണോ, അത് എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യാത്ത മോഡൽ എടുക്കും. ഞങ്ങൾ ഒരുവിധം വർക്ക് ചെയ്യാത്ത മോഡൽ പാർട്സിന് വേണ്ടി ഞങ്ങൾ എടുക്കുന്നതാണ്. ചില മോഡൽസൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ മോഡലൊക്കെ ഞങ്ങൾ അത് പാർട്സിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും, അത് എടുക്കുന്ന വാച്ചുണ്ട്. കേടായതൊക്കെ വാച്ചിന് ഞങ്ങൾ എടുക്കും. അപ്പോൾ ചിലർക്ക് ഇത് ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ആവാം ഈ വാച്ചസ് ഒക്കെ. അപ്പോൾ അവർക്കത് അറിയേണ്ട കാര്യമില്ല, കാരണം അവരുടെ കയ്യിലിരിക്കുന്ന വാച്ച്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്, ആ വാച്ച് നിങ്ങൾക്ക് അറിയില്ല അത് ഒറിജിനലാണോ ഫേക്കാണോ, അത് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാവാം, പുറമെ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ആരെയും തന്നതാവാം. അപ്പോൾ നിങ്ങൾ ക്ലാരിറ്റി ഇല്ലാണ്ടിരിക്കുന്നുണ്ടാവും. അത് ഞങ്ങൾ ക്ലാരിറ്റി ചെയ്ത് തരാം. നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്മൾ വിളിച്ചാൽ മതി, ഫോൺ വിളിക്കുക, വാട്സപ്പിൽ ഫോട്ടോ അയച്ചാൽ മതി. അപ്പോൾ ഞങ്ങളത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ചിലപ്പോൾ ടൈം പിടിക്കും. അപ്പോൾ നിങ്ങളത് ഫോട്ടോ അയച്ചിട്ട് എന്താ റിപ്ലൈ തരാമെന്ന് വിചാരിക്കരുത്. ചില വാച്യങ്ങൾ ഓൺ ദ സ്പോട്ട് തന്നെ പറയും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ചില ഞങ്ങൾ സമയം തരണം, നിങ്ങൾ 2-3 ദിവസം തന്നെ ഞങ്ങൾ ക്ലാരിഫൈ ചെയ്ത് തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.